അപ്പം മറ്റേ പാട്ട് എന്നെ ഒന്ന് പ്രേമിച്ചാൽ എന്തേടി പൂങ്കരളേ അസാനല്ലേ? ഈ പാട്ട് നിങ്ങൾ ഇപ്പൊ ഈ വരി എടുത്ത് പാടണമെങ്കിൽ ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇല്ലേ? ഒത്തിരി പ്രാവശ്യം കാരണം അതിന്റെ കേട്ടിട്ടുണ്ട്. ഇടയ്ക്കുള്ള വരിയാണ്. പക്ഷെ വരി ഞാൻ മറന്നു പോയിട്ടുണ്ട്. ഇടയ്ക്കുള്ളത് എടുത്തിട്ട് പറയുമ്പോൾ കുറച്ച് പണിയല്ല. നമ്മൾ പഠിച്ചൊരു പുസ്തകത്തിൽ നിന്ന് ഫസ്റ്റും കിട്ടും ലാസ്റ്റും കിട്ടും. അതിന്റെ നടുക്കുന്ന് കിട്ടണമെങ്കിൽ സമ്മതിച്ച്. അല്ല, അത് നടുക്കുള്ളതാണ് നമ്മുടെ തലച്ചോറിൽ കിടക്കുന്നത്. മറന്നോ? ആ അതെ നമ്മളുടെ മുന്നിലിരിക്കുന്നവർക്ക് അത് ഓർമ്മയുണ്ടാവും. അതെ അതെ അതെ. അത് എനിക്കിപ്പം ഫസ്റ്റ് ഓർക്കുമ്പോൾ മണ്ണും മഴയാണോ എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ റീകളക്ട് ചെയ്യേണ്ടി. മറ്റേന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഫിക്സ് ആണ്. അത് കിടപ്പുണ്ട്. അത് നമ്മൾ അന്ന് കേട്ടത് ഒന്ന് റീകളക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. ആ പാട്ട് ഉണ്ടാവാൻ കാരണം അന്ന് ഞാൻ മിമിക്രി ഷോയ്ക്ക് പോകുന്നുണ്ട്. പാട്ട് ക്ലിക്കായിട്ടുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. എടപ്പാൾ ഒരു ക്ലബിൻ്റെയോ ക്ഷേത്രത്തിൻ്റെ പ്രോഗ്രാമിന് പോണ സമയത്ത് ഞാൻ കയറിയ വണ്ടിക്കകത്ത് കൊട്ടാരമുറ്റത്തെ പൂക്കളടർന്ന് മാനത്തെ മാരിവില്ലെങ്ങു നിറഞ്ഞ് തെത്തന്നം പാറുന്ന കാറ്റിൽ മറഞ്ഞ് കാറ്റിൽ മറയുന്ന രാമനെ കണ്ട് കൺകുളിരല്ലേ കാവലല്ലേ എന്നിൽ വരില്ലേ ശ്രീരാമ നെഞ്ചിനുള്ളിൽ നീയിരിപ്പുണ്ട് നവിച്ചിടല്ലേ ദിനാ. ഈ പാട്ടിട്ട് അപ്പോൾ ഞാൻ കത്തി. ഞാൻ എൻ്റെ കടയിൽ എപ്പോഴും ഈ പാട്ടിടും. അപ്പോൾ ഞാൻ ആരോടോ വന്ന് പറഞ്ഞു ഈ ട്യൂണിന് എന്തോ ഒരു മാസ്മരികതയുണ്ട്. അടുത്ത ഷോയ്ക്ക് പോകണം ഷാഫിയുടെ കൂടെ. ഷാഫിയെ പുതിയൊരു കൺസെപ്റ്റ് കിട്ടിയിട്ട് പറഞ്ഞു. എന്താ മോനെ പറയുമായിരുന്നു, ഇന്നതാണ് ട്യൂണ്, അതായത് നല്ല ട്യൂണാണല്ലോ, എന്താ വിഷയം വേണ്ടെന്ന് വെച്ച് ഹോട്ടലിൽ കയറി. ഞാൻ പറഞ്ഞു പ്രേമം, പ്രണയത്തെ കുറിച്ചിട്ടാണ് വേണ്ടത്. പക്ഷേ ഷാഫിക്ക് ഒരു വല്ലാത്ത കഴിവുണ്ടായിരുന്നു. എന്താണോ പറയണത് നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ ഡബിൾ അവൻ്റെ മൈൻഡിൽ കത്തി കറങ്ങിയിട്ട് സ്പോട്ടിൽ തന്നെ ഇട്ട് അപ്പം തന്നെ പാടി തന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്പോട്ടിൽ പാട്ട് എഴുതി തരാറുണ്ട് പല പാട്ടുകളും. അന്ന് പാടി എഴുതി തന്ന പാട്ടാണ് മണ്ണും മഴയും പ്രേമിക്കുന്നേരം കാറ്റും മരവും. അത് എഴുതി കഴിഞ്ഞപ്പം നേരെ ഓർക്കസ്ട്ര ചെയ്യാൻ വേണ്ടി ശശി കൃഷ്ണ ഗിറ്റാറിസ്റ്റ് പുള്ളി ചെയ്ത് കുറച്ച് റാപ്പ് വെർഷനും കാര്യങ്ങളൊക്കെ കയറ്റി നമ്മൾ ഗുണ്ടിൽപേട്ട പോയി ഷൂട്ട് ചെയ്തു. ആ പാട്ട് ഇറങ്ങലും അതിൻ്റെ ഡിസൈനിങ് ഒക്കെ അന്ന് എറണാകുളത്ത് വന്നിട്ടാണ് ചെയ്യുക. ഇവിടെയാണ് ലാബിൽ പ്രിൻറ്റിങ്, കാസറ്റ് സംഭവങ്ങൾ, റിയാന് കാര്യങ്ങളൊക്കെയാണ്. ഈ കാസറ്റ് ഇറങ്ങിയ സമയത്ത് തന്നെ ഓട്ടോക്കാർ ഏറ്റെടുത്ത്. അന്ന് ഓട്ടോക്കാർക്ക് വേണ്ടിയിട്ട് അതിൽ ബൂമിട്ട് അത് ഏറ്റെടുത്ത് പാട്ട് ക്ലിക്കായി കാസറ്റ് ചിലവാകാൻ തുടങ്ങി. വീണ്ടും നമ്മൾ അപകടത്തിലേക്ക്, അടുത്ത ഹിറ്റ്. അത് കഴിഞ്ഞ് ഒരു ക്ലബ്ബിൽ, നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ക്ലബിൻ്റെ പരിപാടിക്ക് പോയപ്പോൾ പോലീസുകാർ വരുന്നു എൻ്റെ അടുത്ത്, ഷാപ്പിൻ്റെ അടുത്ത്, ഈ പാട്ട് പാടാൻ പറ്റില്ല, ഇതിനെതിരെ ഇങ്ങനെ ഒരു പരാതി ഉണ്ട്, ഇതിൽ പ്രശ്നങ്ങൾ എന്ന് പറയും. അതിൽ രണ്ടുപേരും ശരിക്കും ഷോക്കായി പോയി, ഇതെന്താ വിഷയം എന്നുള്ളത്. അപ്പം നമ്മൾ നോക്കിയപ്പോൾ പരാതി കാണിച്ചെന്ന്, സംഭവങ്ങൾ കാണിച്ചെന്ന് നമ്മൾ പറയാണ്. അന്ന് വല്ലാത്ത ചങ്കൂറ്റാന്ന്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ഏറ്റെടുക്കും. ഷാഫിയും പറഞ്ഞു, ഞാനും പറഞ്ഞു. ആ പാട്ട് പക്ഷെ നമ്മൾ അവിടെ പാടി. ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഈ പാട്ട് പ്രാദേശിക ചാനലിലൊക്കെ പ്ലേ ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പം അത് അടിച്ചു പൊളിക്കും, വ്യാജ കോളുകളും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പം അതൊക്കെ പിടുത്തം കിട്ടി, എന്തായിരുന്നു അതിൻ്റെ പിന്നിലുള്ള സംഭവങ്ങൾ. പക്ഷേ ഹിറ്റാവേണ്ട പാട്ട് ഹിറ്റാവുക തന്നെ ചെയ്തു. ഇന്നും ആ പാട്ട് എടുത്ത് പാടാൻ തുടങ്ങി. എനിക്ക് ഷാഫി ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ലിറിക്കാണത്. കാരണം അന്നുണ്ടായിരുന്ന പാട്ട് എഴുത്തുകാരൊന്നും ഉപയോഗിക്കാതിരുന്ന കുറെ വാക്കുകൾ അവന് ഉപയോഗിച്ചു. ഷാഫി രണ്ടാമത് റീപ്രൊഡ്യൂസ് ചെയ്തില്ലേ, റീഷൂട്ട് ചെയ്ത് റീപ്രൊഡ്യൂസ് ചെയ്തോ? ഞാൻ ഇറക്കി കഴിഞ്ഞതിന് ശേഷം ആ വർക്കൊക്കെ വേറെ മില്ലേനിയത്തിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ റീഷൂട്ട് ചെയ്തു. ഷാഫി വെച്ച് തന്നെ ചെയ്യാൻ. പക്ഷെ അതിന്റെ തുടക്കക്കാരൻ എത്ര ഷൂട്ട് ചെയ്താലും അതിന്റെ ആ ഒരു കുടം ഉണ്ടാക്കിയത് നമ്മൾ തന്നെയാണ്. അതിപ്പോഴും കിടപ്പുണ്ട്. അതാ അങ്ങനെ തന്നെ. അത് പാടാം. മണ്ണും മഴയും പ്രേമിക്കും നേരം കാറ്റും മരവും കെട്ടിപ്പുണരും കൂവും കുയിലും കൂട്ടിന് തേടുമ്പം പാടുന്ന പാട്ടെല്ലാം പ്രേമഗാനങ്ങൾ. പാലാണ് പ്രേമം, തേനാണ് പ്രേമം, കരളിൽ കതിരിട്ട പ്രേമം, മണ്ണിതിൽ സ്വപ്നം കൊണ്ട് സ്വർഗം തീർത്ത പ്രേമം. പെണ്ണെ എന്നെ പ്രേമിച്ചാൽ എന്തേടി പൂങ്കരളേ, നമ്മളൊക്കെ മണ്ണിൽ വന്നത് സ്നേഹിക്കാനല്ലേടി, പ്രേമിച്ചോരെല്ലാം നാശത്തിലാണേ, പ്രേമം വിഷക്കനിയാണേ, മനുഷ്യനെ കൊടുംചതിയിൽ വീഴ്ത്തിടും, അറിവുള്ള കവികൾക്കെല്ലാം ചേലുള്ള കവിത കൊടുത്ത പ്രേമം. ആ ഒരു ഭാഗത്താണ് ഞാൻ അഭിനയിച്ചത്. അതാണ് അത് എടുത്ത് പാടി. ബാക്കിയൊക്കെ എൻ്റെ അടുത്ത് മറന്നുപോയി. ഒരു സ്ഥലത്ത് തെറ്റിപ്പോയിട്ട് മാപ്പാക്കണം. ശരിക്കും ഈ ലോക്കൽ പാട്ടുകൾ എന്നുള്ള രീതിയിലാണ് ഇതിന് ഒരു സൈഡിൽ നിന്ന് വിമർശനം ഉണ്ടായത്. പക്ഷേ ലോക്കൽ പാട്ടുകൾ എന്നും തന്നെയാണ് അതിനൊരു അംഗീകാരവും കിട്ടിയത്. പ്രാദേശികമായിട്ടുള്ള ചില വാക്കുകളും ഒരു പ്രാദേശികതയും ഒരു ടോണും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് വലിയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും നമ്മൾ
വളരെ എന്താ പറയുക ബൗദ്ധികമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു തലത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് ഇത് കണ്ടെത്തുന്ന സമയത്തൊക്കെ ഇതിനൊരു അംഗീകാരം വളരെ കുറവായിരുന്നു. നെഗറ്റീവായിട്ടാണ് ആൾക്കാർ അതിനെ ആക്സെപ്റ്റ് ചെയ്തിരുന്നത്. അന്ന് നിങ്ങൾക്ക് ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് വന്ന് നിൽക്കുമ്പോൾ തോന്നുന്ന ഒരു പ്രൗഡില്ലേ? ഞാൻ അന്ന് പറഞ്ഞില്ലേ, അന്ന് കിട്ടാതിരുന്ന അംഗീകാരവും സ്നേഹവും ഒക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അടുത്ത് ഇപ്പൊ കിട്ടിയപ്പോൾ അതിന് വലിയ സന്തോഷമില്ല. കാരണം അന്ന് ഇറക്കിയ വർക്കുകളൊക്കെ ഇന്ന് കിടക്കണം. പിന്നെ സാധാരണക്കാർ മാത്രമല്ല, ശരിക്കും ഇതിന്റെ ഒരു ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്നവരൊക്കെ ഇതിനെ ആ പ്രാദേശികതയെ ഉൾക്കൊണ്ട പാട്ടുകളായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഏട്ടൻ പറഞ്ഞതിൽ ഒരൊറ്റ കണ്ടന്റ് ഉണ്ട്. അന്ന് നമ്മൾ ഇതിനകത്ത് പ്രേമം തൊട്ടപ്പോ നമ്മളെ അടുത്ത് കമ്പിപ്പടാണോന്ന് ചോദിച്ചിട്ടുണ്ട്. അതേ പേരിട്ടിട്ട് പടം വന്നു. അതെ അതെ. അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സ് തിരിച്ചു ചോദിച്ചു, കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോ അളിയാ വന്നിക്കുന്നതാ, അത് സൂപ്പർ ഹിറ്റ്, അത് ഹിറ്റ് പടം. അപ്പോൾ അന്ന് നമ്മൾ പേരിടുന്നതിൽ ഡിസൈൻ ചെയ്യുന്നതിൽ വരെ ശ്രദ്ധിക്കും. കാരണം അവിടെ നിന്ന് ബസ് കയറിയിട്ടും കാറിലും ഒക്കെ എറണാകുളത്ത് വന്നിട്ട് ഇതിന്റെ ബാക്കിലാണ് സാസ് അനിയേട്ടന്റെ ഡിസൈൻ ചെയ്യാൻ വരുന്നത്, പ്രിന്റ് അടിക്കാൻ വരുന്നത് കുഞ്ഞുമോനക്കരുടെ അടുത്ത് റിയാലില്. അപ്പോൾ ആ ഒരു ലൈഫിൽ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, പ്രയത്നിച്ചിട്ടുണ്ട്. അന്ന് ശരിക്കും നമുക്ക് സന്തോഷിക്കാൻ പറ്റിയിട്ടില്ല. അന്ന് കിട്ടാതിരുന്ന് അതൊക്കെ ഇന്ന് വളരെ കുറഞ്ഞ ദിവസത്തിൽ കിട്ടിയതിൽ ഭയങ്കര ഹാപ്പിയായി. ഫേസ്ബുക്കിൽ ശരിക്കും ഇന്ന് കിട്ടുന്ന ഒരു അംഗീകാരമുണ്ട്. ഇല്ലെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന ഒരു അംഗീകാരം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അന്ന് അത്രയും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ അന്ന് അത്രയും ഇതായിരുന്നില്ല. ഒരു വൈഡർ ഓഡിയൻസിന് നമുക്ക് യൂട്യൂബിൽ കിട്ടില്ലായിരുന്നു. അത് ടെലിവിഷനായിരുന്നു പ്രധാനപ്പെട്ടത്. ആ കാലഘട്ടത്തിൽ ടെലിവിഷനിൽ പോയിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ജലാല് ഫേസ്ബുക്കിനെ കുറ്റം പറഞ്ഞു ഒരു ഷോയില്. പക്ഷെ ഇന്ന് അത് സഹതപിക്കുന്നില്ലേ? റിഗ്രറ്റ് അല്ലേ? ഭയങ്കര സംഭവം. നമ്മള് വണ്ടി ഓടി അടിപൊളി അല്ല, മണിയമ്പുള്ള രാജചേട്ടന്റെ ഷോയിൽ പോയിരുന്നില്ല ഫേസ്ബുക്കിനെ കുറ്റം പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞത് അന്ന് ഫേസ്ബുക്കിനെ കുറിച്ച് അതിന്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും സംസാരിക്കാനാണ്. എന്നെ അതിന്റെ നല്ല വശങ്ങൾ സംസാരിപ്പിക്കാനാണ് റൈറ്റ് സൈഡിൽ ഇരുത്തിയത്. എന്നോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞത് മൊത്തം അതിന്റെ മോശം വശങ്ങളാണ്. അവസാനം മൊത്തത്തിൽ അത് ക്ലേശായിട്ട് തകടം പറഞ്ഞു. ഞാൻ തന്നെ എന്താ പറയേണ്ടതെന്നുള്ളത് പറഞ്ഞു. അവിടെ ഞാൻ പറഞ്ഞ ഉത്തരം ഇതാണ്: അന്ന് ഫേസ്ബുക്കിനകത്ത് ആരും പ്രൊഫൈലും പേരും വെളിപ്പെടുത്തൂല, ഒളിഞ്ഞു നിന്ന് വെടിവെക്കണ പരിപാടിയാണ്. അതിനെതിരെ ഞാൻ സംസാരിച്ചു. അവിടെ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പാർട്ടി വലിയ നേതാവിന്റെ ഫോട്ടോ വെച്ചിട്ടും വേറെ പേരിലുമാണ് ഫേസ്ബുക്ക് ഉപയോഗിച്ചത്. ഞാൻ അവിടെ ചോദിച്ചത് എന്തിന്? നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞ് പലരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. അതായത് സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ ഒളിഞ്ഞു നിന്നിട്ട് ഞാൻ ഇന്ന ആള് എന്ന് പറയുന്നതിലും നല്ലത് നിങ്ങളാണെന്ന് പറഞ്ഞിട്ട് വാ. പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇനി വരാൻ പോണ കാലഘട്ടം എൻ്റെയും നിങ്ങളുടെയും ഈ ലോകത്തിൻ്റെ മൊത്തം എല്ലാ സ്വകാര്യതകളും എല്ലാ ഡീറ്റെയിലുകളും എല്ലാ കൺട്രോളും ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആരാണോ ഇത് നിയന്ത്രിക്കുന്നത് അവരുടെ കയ്യിലാണ്. നമുക്ക് ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു കാര്യത്തിന് പ്രതിഷേധം അറിയിക്കണമെങ്കിൽ അവർക്ക് തോന്നിയാൽ അവരത് കട്ട് ചെയ്യും. നമുക്കത് അറിയിക്കാൻ പറ്റാതെ വരും. അതായത് നമ്മൾ എന്ത് പറയണമെന്ന് ഇനി ആര് തീരുമാനിക്കും? ഇതിൻ്റെ പിന്നിലിരിക്കുന്നവർ തീരുമാനിക്കും എന്നാണ് ഞാൻ അന്ന് ഉദ്ദേശിച്ചത്. എൻ്റെ ചോദ്യം പോയി പോട്ടെ, അതല്ല ഞാൻ ക്ഷമിച്ചു. ചില ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് അത് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഓക്കെ, പക്ഷേ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഓട്ടോറിക്ഷക്കാർക്ക് വേണ്ടി പാട്ട് എഴുതി എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ബസ്സുകളിൽ പാട്ട് ഉറക്ക വെച്ചിട്ട് ഇത്തരം പാട്ടുകൾ ഉറക്ക വെച്ചിട്ട് ബസ്സുകൾ ഇങ്ങനെ നിരന്തരമായി ഓടിയിരുന്നു. അപ്പൊ ബസ്സിൽ കയറുന്നവരും ഇറങ്ങുന്നവരും ഒക്കെ ഈ പാട്ട് കേൾക്കും. അന്നൊക്കെ ഏതെങ്കിലുമൊക്കെ ടൈമിൽ ഇത് ഞാനാണ് ചെയ്തതെന്ന് മറ്റുള്ളവരോട് പറയാൻ തോന്നുന്ന വെമ്പുന്ന ഒരു മനസ്സുമായിട്ട് പുനലൂര് ഞാൻ പ്രോഗ്രാമിന് പോണ സമയത്ത് പിന്നെ ജസ്റ്റ് കൊല്ലത്ത് നിന്ന് അവിടെ നിന്ന് അങ്ങോട്ടോ ഒരു ബസ് യാത്ര ജസ്റ്റ് കയറണം. അന്ന് നൗഫലിക്ക ഇല്ല, എന്നോട് മൊത്തം കോർഡിനേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കയറി ബസ്സിലിരുന്നിട്ട് ഞാൻ കല്ലായി കേട്ട് കഴിയുന്നതിൻ്റെ മുന്നേ ഒരു പ്രായമുള്ള ഒരാൾ എൻ്റെ അടുത്ത് അവരുടെ ഫാമിലി ലൈഫും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എനിക്ക് അതിനകത്തൊരു സിനിമാ കഥ കിട്ടിയിട്ട് അന്നത്തെ ഒരു ഇതാണ്. അപ്പോൾ ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങൾ പറഞ്ഞ സെയിം ഫീൽ ഉണ്ടായിട്ട് ഒരു രക്ഷയിലാണ്. അപ്പോൾ ആ ചേട്ടൻ ഞാൻ പാടിയ പാട്ടാണ് സത്യം. ആ നമ്പർ തന്നു, ഇപ്പോഴും മറക്കൂല. കാരണം അയാൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട മകളുടെ ഭർത്താവ്, നാട്ടുകാർക്ക് പ്രിയപ്പെട്ട സേവകൻ, ആ പുള്ളി പെട്ടെന്ന് മരിച്ചുപോയി. ആ പുള്ളിയുടെ ആ മരണത്തിന്റെ സങ്കടം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞാനത് സിനിമയായിട്ടാണ് കാണുന്നത്. ജസ്റ്റ് ഒരു ത്രെഡ് ഉണ്ടാക്കി വെക്കണം. അവിടുന്ന് അത് കേട്ട് കഴിഞ്ഞ് ഈ പാട്ടുകൂടെ കേട്ടപ്പോൾ ചേട്ടാ ഞാൻ പാട്ടുകാരനാണ്, പാട്ടിന് പോവാണ്, ഞാൻ വരാന്ന് വരെ പറഞ്ഞിട്ടുണ്ട്, നമ്പർ വരെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാൻ കാണാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. ആ പുള്ളിൻ്റെ അടുത്ത് അത് പറഞ്ഞ സംഭവം ഉണ്ടായിട്ട് ഇപ്പം കഴിഞ്ഞ ആഴ്ച എൻ്റെ ഉമ്മയും വല്യമ്മയും വേറൊരു മൂത്തയും കൂടെ കോഴിക്കോട് അത്തോളി ബസ്സിൽ കയറിയപ്പം ഈ പാട്ട് കഴിഞ്ഞ ആഴ്ച മോനെ എൻ്റെ പാട്ടേനും ബസ്സിൽ കേട്ടപ്പം ഭയങ്കര സന്തോഷം. അപ്പം മൂത്ത എന്ന് പറയുന്നത് ഉമ്മയുടെ അനിയത്തിയാണ്. അവർ പറയാൻ പോയി ഇത് നമ്മളെ ലാലു പാടിയ പാട്ട്. ഞാൻ പറഞ്ഞ കൊന്നാളും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആവേശം കൊണ്ടാണ് പറഞ്ഞവൻ എന്ത് വണ്ണത്തരങ്ങൾ ചെയ്യാൻ നിൽക്കുന്നത്. അപ്പം അവർക്കും അത് തോന്നിക്കഴിഞ്ഞപ്പം
പക്ഷെ ഇപ്പോഴും ബസ്സിനകത്തേക്ക് ആ പാട്ടുകൾ തിരിച്ചു വന്നു. എൻ്റേതെന്നല്ല, പഴയ ആ കാലഘട്ടം തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വലിയൊരു സത്യമാണ്. ഈ മാഗ്നസിന്റെ കാസറ്റിന്റെ പുറകിൽ നിങ്ങളുടെ നമ്പറായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് വിളിക്കുകയൊക്കെ ചെയ്യും. ആ കമ്മ്യൂണിക്കേഷൻസ് ഒരു ആ കാസറ്റിന്റെ വിൽപ്പനയെ മാത്രമല്ല, നമുക്ക് അങ്ങനെ ഒരു ഇന്ററാക്ഷൻ സാധ്യമായിരുന്നത് ഫോൺ വഴി, ഫീഡ്ബാക്ക് കിട്ടുന്ന ആ സമയത്തൊക്കെ അത് കേൾക്കുകയും ഒപ്പം ചിലതൊക്കെ ആസ്വദിക്കുകയും ഒരുപാട് ആരാധകരൊക്കെ വരികയൊക്കെ ചെയ്യില്ല. ആ സമയത്ത് നമുക്ക് കാസറ്റിന്റെ ഓർഡറിനേക്കാളും ഓർഡർ കറക്റ്റ് അവർക്കറിയാം, നമ്മൾ ഏത് നമ്പറിൽ വിളിച്ചാൽ കിട്ടും ഓർഡർ ചെയ്യാന്നുള്ളത്. അതിനേക്കാൾ കൂടുതൽ എനിക്ക് അതിനകത്ത് പരിചയപ്പെടാനുള്ള ആളുകളുടെ ആവേശം. കാരണം ആകെ അവർ കാണുന്നത് മമ്മൂട്ടി, മോഹൻലാൽ സ്ക്രീനിൽ. പിന്നെ കിട്ടിയതാണ് ഈ മാപ്പിളപ്പാട്ട് ആൽബങ്ങൾ, ഓട്ടോറിക്ഷ. അത് സാധാരണക്കാരൻ്റെ ലിറിക്കിലാണ് ഷാഫിയും താജുമൊക്കെ തുടക്കട്ടെ. ഇവരെ കാണാൻ പറ്റും ഷോകളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ. അപ്പോൾ ഇവരെ കിട്ടാൻ വേണ്ടിയിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല. അത്രയും കോളുകൾ വരും, പരിചയക്കാരുണ്ടാവും. പിന്നെ ഒരൊറ്റ ധൈര്യമുള്ളൂ, ഇവരെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല, നമ്പർ മാത്രമേ ഉള്ളൂ, ഹൈഡാണ്, ഡീറ്റെയിൽ കിട്ടില്ല. ഇന്നത്തെ പോലെ ഇന്നിപ്പം മെസ്സേജ് അയച്ചാൽ നമുക്കൊരു ദിവസം കൊണ്ട് പോയിട്ട് കാണാം. ആ ഒരു ധൈര്യത്തിലാണ് ഒരുപാട് കണക്ഷനും കോണ്ടാക്റ്റും. അങ്ങനെ 20 വർഷം മുന്നേ ഉള്ള കണക്ഷൻ മെസ്സേജുകളൊക്കെ ഇപ്പൊ വന്നു തുടങ്ങി. എന്നെ ഓർമ്മയുണ്ടോ, ഞാൻ ഇന്നാളാണ്, എന്നെ ഓർമ്മയുണ്ടോ, ഞാൻ ഇന്നാളാണ്. അതിലൊരു ചെറിയ ക്ലൂ തരും, അപ്പം മനസ്സിലാകും. ഇപ്പോ അത് ആ ക്ലൂ എന്താണെന്ന് അറിയാമോ? അന്ന് അത്രയും റൊമാൻറ്റിക് ആയിട്ട് ഈ മനുഷ്യൻ സംസാരിച്ചിരുന്നല്ലോ, അതല്ലേ സത്യം? അല്ല, ഇതില് അവർക്ക് ആവശ്യമുള്ള താരങ്ങള് ഞാനല്ല, എന്നെ 1% ആളുകൾക്ക് ആവശ്യമുള്ളൂ. ഇപ്പൊ താജുവിനെ ഷാഫിനെയാണ് വിളിക്കണത്. ഷാഫിയില്ലേ പോട്ടെ, താജുല്ലേ പോട്ടെ, തൽക്കാലം ഞാനാണ്. അങ്ങനെ നല്ല കണക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അത് വലിയ ടീമിൽ നിന്നും താഴെ ടീമിൽ നിന്നും ഒരുപാട് ആളുകളായിട്ട് കണക്ഷൻ ഉണ്ട്. അതിപ്പോ ഞാൻ കളവ് പറഞ്ഞിട്ടില്ല എന്നൊന്നും പറയുന്നത്. അതിപ്പോ ഓർക്കുമ്പോ വേറൊരു രസമല്ലേ. പക്ഷെ അതിനകത്തൊക്കെ കിട്ടിയെന്നറിയോ, ഇവരൊക്കെ ഈ മറ്റേ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് സങ്കടം പറയൂലേ, അതേപോലെ ഇവരുടെ ലൈഫുകളാണ് പറഞ്ഞത്. വിഷമങ്ങള്, പ്രയാസങ്ങള്. ഇപ്പോഴും മെസ്സേജ് വന്നതിൽ അവരുടെ കുറേ വിഷമങ്ങൾ പറയാൻ ഒരാൾ, അല്ലെങ്കിൽ അത് മറയ്ക്കാൻ കുറച്ച് സമയം, അല്ലെങ്കിൽ അതിൽ നിന്നൊന്ന് റിലീസ് ആവാൻ ഒരു പാട്ട്, ഒരു ജസ്റ്റ് ഒരു ചാറ്റിങ്, അങ്ങനെ ആഗ്രഹിക്കുന്നവരായിരിക്കാം. പിന്നെ അതിൽ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇപ്പോഴും കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറയുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ ഇവർ ഇഷ്ടം അതിനകത്ത് ആഗ്രഹിച്ചിരുന്നു. അപ്പൊ അതാണ് പറഞ്ഞത്, ഇന്നിപ്പോ ഈ കിട്ടിയിട്ടുള്ള ഈ ഒരു സ്ഥാനം അവർക്കുള്ളതാണ്. അതിൽ നമ്മൾ കഴിവുള്ള കലാകാരനോ കഴിവില്ലാത്ത കലാകാരനോ എന്നുള്ളതൊന്നുമല്ല, അവര് തന്നെ, ഓഡിയൻസ് തന്നെയാണ് സ്റ്റാർ. ഇപ്പൊ പാടിയാ മതിയായിരുന്നല്ലേ? ഇപ്പൊ പാടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി, അതായത് അന്ന് 10 വർഷം മെനക്കെട്ടത് ഇന്നൊരു വർഷം മതി, റീച്ച് കിട്ടായിരുന്നു. അത് സത്യമാണ്. ഇപ്പൊ ഈ ബേബി ജീനും ഇവരൊക്കെ തകർക്കുമ്പോ, ഡെപ്സിയൊക്കെ തകർക്കുമ്പോ, പക്ഷെ ഇപ്പോഴും പഴയ ടാലന്റും വാശിയും കച്ചവടത്തിലുള്ള മത്സരബുദ്ധി ഒന്നും നശിച്ചിട്ടില്ല. നാളെ വേണമെങ്കിൽ ഒരു ഹിറ്റ് ഉണ്ടാക്കി എടുക്കാനുള്ള തൻ്റെ ഇടമൊന്നും ഇപ്പോഴും പോയിട്ടില്ല. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹങ്ങളൊക്കെ അവസാനിച്ച്, സത്യം. അതായത് കലാപരമായിട്ട് ഇനി ഒന്നും ആവണ്ട, കൂടുതൽ പ്രശസ്തിയിലേക്ക് പോകണ്ട, അത് ഒരു സ്ഥലത്ത് വെച്ച് ബ്ലോക്കായി, അതായത് സ്റ്റോപ്പ് ചെയ്ത്. അത് പക്ക ഞാൻ പറയണത് സത്യസന്ധമായിട്ടാണ്. സ്റ്റേജ് കിട്ടിയാലും എനിക്ക് പ്രശ്നമില്ല, സ്റ്റേജ് കിട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് വന്നു. എന്താണോ നമുക്ക് പടച്ചോൻ വിധിച്ചത് അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക. അത് വെട്ടിപ്പിടിക്കണം, ആഗ്രഹങ്ങൾ വരുമ്പം അത്യാഗ്രഹം വരും, അത്യാഗ്രഹം വരുമ്പോൾ വെട്ടിപ്പിടിക്കാൻ തുടങ്ങും, വെട്ടിപ്പിടിക്കുമ്പോൾ നമ്മൾ മനുഷ്യനില്ലാണ്ടാവും, സുഹൃത്തുക്കളെ തിരിച്ചറിയാണ്ടാവും, ആളുകളെ തിരിച്ചറിയാം. പാട്ട് ബ്രേക്ക് എടുക്കാം, ഒരു പാട്ട് പാടിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. പാടിയ പാട്ടുകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പാട്ട്, ഇനി എന്ന് കാണും മോളെ ഞാൻ മതിയാകുവോളം നിന്നെ ഞാൻ കരളിൻ്റെ കൂട്ടിലെന്നെന്നും കളിക്കൂട്ടുകാരനിവനുണ്ടോ കളിവാക്കു കേൾക്കുവാനെന്നും അണയുന്ന തോഴനിവനുണ്ടോ ഇനിയെന്ന് കാണും മോളെ ഞാൻ മതിയാകുവോളം നിന്നെ ഞാൻ കരളിൻ്റെ കൂട്ടിലെന്നെന്നും കളിക്കൂട്ടുകാരനിവനുണ്ടോ കളിവാക്കു കേൾക്കുവാനെന്നും അണയുന്ന തോഴനിവനുണ്ടോ. അത്രയും വർഷം പാടാതിരുന്ന് മിമിക്രി അവതരിപ്പിക്കാതിരുന്ന് നമ്മുടെ സൗണ്ട് ശരിക്കും ബ്ലോക്കാണ്. പിന്നെ അതിൽ നിന്ന് ഇപ്പോൾ കുറേ ഒച്ചിമുളിയൊക്കെ സ്കൂളിലൊക്കെ പോയി ഉണ്ടാക്കിയിട്ട് വീണ്ടും ഇങ്ങനെ റിക്കവർ ചെയ്ത്. ഈ ആഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ സിനിമയാണ്. അപ്പൊ സിനിമയിലേക്ക് എത്തുക എന്നുള്ളതാണ്. നിങ്ങൾ സിനിമ തന്നെ ഉണ്ടാക്കി, പക്ഷേ സിനിമ ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് തോന്നുന്നു പിൻവാങ്ങുകയാണ് ഉണ്ടായത്. അർജുൻ അശോകനാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അർജുൻ അശോകന്റെ എനിക്ക് തോന്നുന്നു ഓർക്കൂട്ട് കഴിഞ്ഞ സെക്കൻഡ് പടമാണ്, 2014 മറ്റോ ആണ്.
അർജുന അശോകനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നിങ്ങൾ അയച്ചെന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ഞാൻ നോക്കിയത്. അപ്പോഴാണ്, ഞാൻ ആ പടം കണ്ടിട്ടില്ല, അപ്പോൾ മനസ്സിലായി, ഓ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ അർജുന അശോകന് ഒരു കാലമൊന്നും മനസ്സിലാക്കില്ലേ. എനിക്ക് തോന്നുന്നു അതിന് ശേഷം പുള്ളി പറവയിലുണ്ടായിരുന്നു. പറവയിലാണ് നോട്ട് ചെയ്യുന്ന ക്യാരക്ടർ ആയിരുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള 2 പടങ്ങളിൽ ഒന്നാണ് ഓർക്കുട്ടും ഈ പറയുന്ന അതിനകത്ത് അർജുന അശോകൻ അവതരിപ്പിച്ച ക്യാരക്ടർ എന്റെ സ്വപ്നങ്ങൾ അറിയൽ. സിനിയിൽ അവതരിപ്പിച്ച ക്യാരക്ടർ ഞാൻ നേരത്തെ കിണ് എഴുതിയ CT കബീറില്ലേ, ഞങ്ങളുടെ 2 പേരുടെ സ്വപ്നങ്ങളാണ് ആ സ്ക്രിപ്റ്റ്. സിനിമാക്കാരനാവണം എന്നുള്ളതാണ് ആ കൺസെപ്റ്റ്. പക്ഷെ ഈ പടം ചെയ്യുന്നതിന് മുൻപ് നമ്മളിതൊരു 1 hour ക്യാമ്പസ് ഫിലിമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാസർഗോഡുള്ള കുമ്പള അക്കാഡമിക്ക് വേണ്ടിയിട്ട്. ഖലീൽ മാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഷ്, കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു കോളേജാണ് കുമ്പള. അതിനകത്ത് ഞാനും കബീറാണ്. അർജുന അശോകന്റെ ക്യാരക്ടർ ഞാനും, ജിനിലിൻ്റെത് കബീറാണെന്ന് തോന്നുന്നു. ഞങ്ങൾ തന്നെ അഭിനയിച്ച്, ബാക്കിയൊക്കെ അഭിനയിച്ചത് അവിടുത്തെ മാഷിമാരും കുട്ടികളാണ്. പിന്നെ അതിനകത്ത് ഒരു ക്യാരക്ടർ അഭിനയിച്ചത് റഷീദ് വേൾഡാണ്, ഇന്നത്തെ മേക്കപ്പ് മാൻ. അവാർഡൊക്കെ വാങ്ങിയ റഷീദ്ക്കല്ലേ, റഷീദ് അതിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിട്ട്. അപ്പൊ അന്നേ നിങ്ങൾ ചിന്തിക്കണം, നോക്കിയേ ആ പുള്ളിയാണ് അന്നത് ചെയ്തത്. അപ്പൊ അതിന്റെ ക്രൂവും കാര്യങ്ങളും ഡുഡു ഡയറക്ടർ, നിതിനേട്ടൻ ക്യാമറ ഒക്കെ ചെയ്ത് ആ പടം കണ്ടിട്ട് പിന്നെ നാദർശയ്ക്ക് പടം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓഫർ തന്നു, കുറെ നടന്ന്. പിന്നെയാണ് എം നസീറിന്റെ കയ്യിലേക്ക് ആ പടം പോണത്. അവിടുന്ന് പിന്നെ ആദ്യം ഫഹദും വിനീതിലൊക്കെ ആയിരുന്നു ആ പ്രോജക്റ്റ്. പിന്നെ നേരെ അർജുനിലേക്കും സിനിലിലേക്കൊക്കെ വന്ന് ആ പടം കഴിയുന്നതോട് കൂടിയിട്ട് തന്നെ ഏകദേശം പടം ഫ്ലോപ്പാണ് 100%. എങ്ങനെ വെച്ചാൽ കുറേ, ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുണ്ട് ഹാരിസ് എന്ന് പറഞ്ഞിട്ട് പ്രൊഡ്യൂസ് ചെയ്ത മൂപ്പരാണ്. എൻ്റെയും കുറേ സാമ്പത്തികം അതിനകത്ത് പോയിട്ടുണ്ട്. പുള്ളിക്കും ഒരു പോലും തിരിച്ചു കിട്ടിയിട്ടില്ല, എനിക്കും കിട്ടിയിട്ടില്ല. കാരണം ആ സമയത്ത് അങ്ങനെ ഒരു ട്രെൻഡ് ഒരിക്കലും ഏൽക്കില്ല. പുതുമുഖങ്ങൾ നമ്മൾ റിലീസ് ചെയ്ത സമയത്ത് ഓപ്പോസിറ്റ് ബാംഗ്ലൂർ ഡേയ്സും കൊച്ചടയാനുമാണ്. നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ആ ഒരു ആഗ്രഹം അവിടെ തീർന്നത്. പിന്നീട് പടത്തിലേക്ക് എനിക്ക് പാടാനും പാട്ട് കമ്പോസ് ചെയ്യാനും അവസരം വന്നു. ഇപ്പം ഞാൻ പാട്ട് നിർത്തിയ സമയത്തും 2 പടത്തിൽ എനിക്ക് ചെയ്യാനുള്ളൊരു ചാൻസ് വന്നപ്പം മനഃപൂർവ്വം ഒഴിഞ്ഞു മാറാ ചെയ്തത്. പിന്നെ അഭിനയിക്കാൻ ഇഷ്ടമല്ല, എഴുത്തിനോട് ഇഷ്ടമാണ്, ഡയറക്ഷൻ മൈൻഡാണ്. അത് എൻ്റെ പ്രായത്തേക്കാൾ കവിഞ്ഞിട്ടുള്ള കാഴ്ചപ്പാടാണ്. അങ്ങനെയുള്ള സംഭവങ്ങളാണ്. പക്ഷെ ഇപ്പം താല്പര്യം ഇല്ല, കഴിഞ്ഞില്ല. ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞു, പാട്ടായി, അതായി, ഇതായി, സിനിമയൊക്കെ. ചെറിയ പ്രായമല്ലേ, എന്നിട്ടും ആഗ്രഹം കഴിഞ്ഞു എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ തേച്ചിട്ടില്ല, ഇനി തേക്കരുത്. ഇല്ല, ഞങ്ങളൊക്കെ ഈ സിനിമ ആഗ്രഹിച്ച് നടക്കുന്നതേ ഉള്ളൂ. അപ്പോഴാണ് ജലാൽ പറയുന്നത്, അയ്യോ സിനിമ മതിയാക്കി പോകുന്നത്. ഞങ്ങൾ ഇനി എന്ന് സിനിമ ചെയ്യാനെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ സിനിമ ചെയ്തിട്ട് ഞങ്ങൾ സിനിമയിലെത്തും. സിനിമ അഭിനയിക്കല്ല പ്രധാനപ്പെട്ട ലക്ഷ്യം. എഴുത്തും ഈ പറയുന്ന സംവിധാനവും ഒക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ടൈമാണ് ഈ ടൈം. ഈ സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയലിരിക്കും. പണ്ട് നമ്മളൊരു സിനിമ വിജയിപ്പിക്കണമെങ്കിൽ നമ്മൾ പല കാലുകൾ പിടിക്കണം, കോടികൾ ഇറക്കണം, പ്രയത്നിക്കണം. ഇന്ന് നമ്മുടെ കഴിവ് ഒരൊറ്റ ദിവസം കൊണ്ട് പുറത്തെത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ ലോകത്തുണ്ട്. ഇപ്പൊ നിങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങണം. അതാണ് പ്രശ്നം, ഈ രണ്ടും കൽപ്പിക്കാന്ന് പറയുന്നത്. അതിലേക്ക് അതെനിക്കുണ്ട് കേട്ടോ. അത് നിനക്കുണ്ട്. നാളെ രാവിലെ ഇവിടെ എനിക്കൊരു വൈറലായിട്ടൊരു സംഭവം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ വൈറലാക്കണ്ടേ. അതാ ഒരു അതെന്ത് നിങ്ങൾക്ക് ഇല്ലാത്ത വെറുതെ പറയാ. അതാണ് വേണ്ടതല്ലേ. അത് വേണം. അത് നാളെ ആലോചനകൾ ആവട്ടെ എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. തല്ലാൻ പറഞ്ഞ പോയി തല്ലിക്കോളാ, ബാക്കിയുള്ളത് പിന്നെ. അടിപൊളി. ഇപ്പൊ മനസ്സിലായല്ലോ ഇത്രയും ഹിറ്റുകൾക്ക് പിന്നിൽ എന്തായിരുന്നു എനർജി എന്നുള്ളത്. കൊള്ളാൻ പറഞ്ഞാലും കൊള്ളാം. ഫൈറ്റ് ചെയ്ത് കയറി വരാൻ ഇതായിരിക്കുമല്ലേ ഊർജ്ജമായത്. തീർച്ചയായിട്ടും. കാരണം വലിയ കമ്പനീസിന്റെ ഇടയിലൊക്കെ ചെറിയൊരു കമ്പനി ഉണ്ടാക്കി അത് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ പരിപാടിയില്ല. എന്നെ സംബന്ധിച്ച് അത് എന്റെ ചെറിയ പ്രായത്തിലാണ് ഞാൻ കളിച്ചത്. അത്രയും കാശുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ പുതിയ ആൽബം ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക ഹിറ്റായിട്ടുള്ള ആൽബങ്ങൾ എൻ്റേതാവാൻ കാരണക്കാരൻ ഞാനായിട്ടുണ്ട്. ഇപ്പോഴും ഇപ്പൊ എൻ്റെ അടുത്ത് കൂട്ടുകാർ പലരും പറയുന്നുണ്ട്, പാട്ട് പാട്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് കണ്ടന്റുകളുണ്ട്, പാട്ടുകളും ഉണ്ട്, പക്ഷെ ഞാൻ ചെയ്യണില്ല. എന്തിനാന്ന് ചോദിച്ചു. നമ്മളിപ്പോൾ ചെയ്തിട്ട് എന്തിനാ? നമുക്ക് കാശ് കിട്ടും, അല്ലെങ്കിൽ പ്രശസ്തി കിട്ടും, അതിൽ നിന്നൊക്കെ മാറി ജീവിക്കാന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പൊ ജീവിതം എന്ന് പറഞ്ഞാൽ മറ്റൊരു അവസ്ഥയാണ്. ഇതൊന്നും ഇല്ലാതെ നമ്മൾ കുടുംബം അങ്ങനെയൊക്കെ, അതാണോ ഉദ്ദേശിക്കുന്നത്? കലാകാരൻ എന്നുള്ളത് എൻ്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാനുള്ളൊരു രൂപമാണ്. പക്ഷെ ഇന്നത്തെ കലാകാരൻ ബിസിനസ്സുകാരനാണ്, വിറ്റ് കാശാക്കാന്നുള്ളതാണ്. ആ 2 കൺസെപ്റ്റും വ്യത്യാസമുണ്ട്. എന്നെ സംബന്ധിച്ച് രണ്ടും കഴിഞ്ഞു പോയി. കലാകാരൻ ഒരു ബിസിനസ് ആയിരുന്ന സമയം കഴിഞ്ഞ്, കലാകാരൻ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു. ഈ കിണു ഇറങ്ങിയ സമയത്ത് സലീമേട്ടൻ തിരക്കി നടന്നു വന്നും തേടി പിടിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. എന്തിനാ? അടിക്കാനാ? ആയിരിക്കും.
ഞങ്ങളെ ഭാഷയെ ചീത്തയാക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണോ? സലീമേട്ടൻ അന്ന് ആ ഫ്ലോറിൽ ഞാൻ ഫ്ലവേഴ്സിന്റെ ചാനലിൽ കിണു പാടാൻ വേണ്ടിയിട്ടാണ് പോയത്, ലൈവായിട്ട് പാടാന്നുള്ള രീതിയിൽ. അതെനിക്ക് നമ്മുടെ നിർമ്മൽ ബാലാഴിയാണ് എന്നെ അതിലേക്ക് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് പോയി സലീമേട്ടൻ ഒരു ഭാഗത്തുണ്ട്, അപ്പം വേറൊരു പുള്ളി പ്രോഗ്രാം പ്രൊഡ്യൂസർ ഇവരാണ് പാടുന്നത്, കിണാണ് പാടുന്നതെന്ന് പറഞ്ഞപ്പോൾ കേണോ അന്ന് എന്നോട് പറഞ്ഞു, നിന്നെ ആ പറഞ്ഞില്ലേ ഫ്ലോറിൽ പറഞ്ഞില്ലേ പിന്നെ ഒരുപാട് ഞാൻ തിരക്കി നടന്ന ആ വന്ന സമയത്ത് അന്ന് എനിക്ക് കോൺടാക്ട് ചെയ്യാൻ കിട്ടിയില്ല, അന്വേഷിച്ച് ഒരുപാട് നടന്നു നിന്നെ വെച്ചൊരു ആൽബം ചെയ്യാൻ, എനിക്കത് ഇഷ്ടമായിരുന്നു സംഭവങ്ങളൊക്കെ പറഞ്ഞു. ആ ഫ്ലോറ് പറഞ്ഞ സംഭവങ്ങൾ അതിൻ്റെ മുന്നേ എനിക്ക് ഫീൽ ചെയ്തത് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ശ്വാസം വിട്ടു. കാരണം ജസ്റ്റ് പാടാനുള്ളൊരു അവസരം കിട്ടിയതാണ് ചാനലിൽ, പാടി പോവാ എന്നുള്ളതാണ്, അന്ന് ഈ ലൈവ് പാടാം. പക്ഷെ സലീമായിട്ടത് പറഞ്ഞുകൊണ്ട് കൂടിയിട്ട് മൊത്തത്തിൽ പിന്നെ അവിടെ പെർഫോമൻസ് ഒക്കെ വേറെ രീതിയാണ് തകർത്തുന്നത്. കാരണം ഒരു എനർജി കിട്ടല്ല, നമ്മൾ പോയ സ്ഥലത്ത് നമ്മൾ അംഗീകരിക്കപ്പെട്ടു, അല്ലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെന്നാണ്, പിന്നെ അത് വല്ലാത്തൊരു അവസ്ഥയും സന്തോഷമൊക്കെയാണ്. പക്ഷേ പുള്ളി ഒരു വർക്കിൽ വിളിച്ച് അഭിനയിപ്പിച്ച് അത് ഇറങ്ങി, അതിൽ നിന്നും ഒരുപാട് അവസരങ്ങളൊക്കെ കിട്ടി. അതിനേക്കാളൊക്കെ വലുതാണ് ആ അവസരം കിട്ടാതെ ഇങ്ങനെ ഒരു ഫ്ലോറിൽ പോയിട്ട് പറഞ്ഞ ആ ഒരു വാക്കുകൾ. അതിന്റെ ഫീൽ ഇപ്പോഴും മറക്കൂലല്ലോ. പക്ഷെ ആലോചിച്ചിട്ടില്ലേ, അവസരം കിട്ടിയിരുന്നെങ്കിൽ അന്ന് സലീമേട്ടൻ പ്രൊമോട്ട് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ മലയാളത്തിലെ പ്രമുഖ നടനായിട്ട് മാറിയിരുന്നെങ്കിലോ? ഞാൻ അങ്ങനെ ചെറുതായിട്ട് അവിടെ ആ ചിന്തിക്കുന്നതിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരാളാണ്. അന്ന് അവിടെ ഞാൻ ഈ ആൽബത്തിലേക്ക് പോയിരുന്നെങ്കിൽ ഈ പ്രയാസങ്ങൾ ഞാൻ അനുഭവിക്കില്ല, ആ ഫീൽഡിൽ നിന്ന് മാറുന്നൊരു സ്റ്റേജ് വരില്ല എന്നിലേക്ക്. എനിക്കിപ്പോൾ എന്താണ് മാറ്റം ഉണ്ടത്, ഞാൻ ചുരുക്കി പറഞ്ഞില്ലേ, മതപരമായിട്ട് പടച്ചോലിലേക്ക് കുറച്ച് അടക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്റ്റേജ് എനിക്ക് കിട്ടി. എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ആ അവസരം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് വിലമതിക്കാനാവാത്ത ഈ അവസരങ്ങളൊന്നും കിട്ടൂലായിരുന്നു, ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സിറ്റിംഗ് വരെ. അപ്പോൾ ആ കിട്ടാതിരുന്നതിനേക്കാൾ വലുതാണ് എനിക്ക് കിട്ടിയതൊക്കെ. കിട്ടും എന്ന് പറഞ്ഞ വാക്കുകളാണ് അതിൽ അഭിനയിച്ചതിന് തുല്യമായിട്ട് കിട്ടിയത്. ഇങ്ങനെ നാലുകാലിൽ വീഴുന്നതുകൊണ്ട് ആ കോഴിക്കോട് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയത് എനിക്കിപ്പോൾ മനസ്സിലായി. എന്ത് ചോദിച്ചാലും നാലുകാലിൽ വീഴും, ഉത്തരം കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ പറയുന്നില്ല സത്യം പറഞ്ഞു. അപ്പൊ ഈ സന്തോഷത്തിൽ ഇനി ഒരു പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് ഏതാണ്ട്, ഞാൻ മിമിക്രി കാണിപ്പിച്ചില്ല കേട്ടോ, എനിക്ക് തോന്നുന്നു ഇന്ദ്രൻ സേട്ടന്റെ ഇടയ്ക്ക് പറഞ്ഞപ്പോഴേ നല്ല രസമുണ്ട്. സലീമേട്ടനെ ചെയ്യുവോ? സലീം ഇടയ്ക്ക് എല്ലാ സൗണ്ട് ചെയ്തിരുന്നു. ഇപ്പൊ നമ്മള് പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഒന്നും നടക്കൂലല്ലോ. പാട്ടാണെങ്കിലും നമ്മുടെ തൊണ്ട അത് ആ ഒരു ക്ലാരിറ്റിയിൽ വരണമെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം, പാടിക്കൊണ്ടിരിക്കണം, ശബ്ദങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കണം. ഒരു 5 വർഷമായിട്ട് സത്യത്തിൽ ഞാൻ ആകെ സംസാരിക്കണത് എൻ്റെ വൈഫ്, എൻ്റെ മക്കള്, എൻ്റെ അമ്മ. പുറത്ത് സംസാരമില്ല. വേറെ തന്നെ ലൈഫ് പെട്ടെന്ന് ചേഞ്ച് ആയതിലുള്ള ബുദ്ധിമുട്ടുണ്ട്, സംസാരങ്ങളൊക്കെ കുറവാണ്. പക്ഷെ ആരെയും കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കും. ഇന്ദ്രൻ സേട്ടനെ എനിക്ക് തോന്നുന്നു ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ തോന്നുന്നു, ശ്രമം നടത്താം. ഇതിലെന്തെങ്കിലും ബാഡ് കമന്റ് വന്നാൽ അതിന് ഉത്തരവാദികളാ. അതെ, ഞാൻ മാത്രമാണ്. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും വേണ്ടാന്ന്. അത് മാത്രമല്ല, ഇതെല്ലാം കൂടി എടുത്തു വെച്ചു കഴിഞ്ഞാൽ നിനക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എടേ, ഞാൻ പറയുന്നതൊന്ന് കേക്കടേ. കറക്റ്റാണോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. കറക്റ്റാണോ അല്ല, എനിക്ക് ആ ഇന്ദ്രൻ സേട്ടനെ കിട്ടുക ചെറുതായിട്ട് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതിപ്പോ നമ്മള് ഈ മീറ്റർ ആണല്ലോ ഡയലോഗ് ഒക്കെ പടത്തിലുള്ള ഒന്നുമല്ല, ആ സമയത്ത് തോന്നിയത് പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്. സ്പോണ്ടേനിറ്റി ഇല്ലേ, പറയുമ്പോ ഉടനെ ചെയ്യുന്നുണ്ട്. അതാണ്, ആലോചിക്കാൻ നിന്നില്ല. ഇതിനകത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക കേട്ടോ, ഈ നമ്മള് ഒന്നും എഡിറ്റ് ചെയ്തിട്ടല്ല കാണിക്കുക. കാരണം ഇത് പറഞ്ഞ ഉടനെ ചെയ്യുന്നില്ലേ, അത് ഭയങ്കര രസമാണ്. ഈ ചില പാട്ടുകാരൊക്കെ വരുമ്പോഴേ പറഞ്ഞു തീരുന്നതിനിടയ്ക്ക് പാടി തുടങ്ങുമ്പോൾ ഇത് എങ്ങനെ ഇത് സാധിക്കണേന്ന് തോന്നില്ല. അങ്ങനെയാണ് നിങ്ങളിപ്പോ ചെയ്തേക്കണേ. ഞാൻ പറഞ്ഞ സെക്കൻഡിൽ തന്നെ ആലോചിച്ചിട്ട് ഡയലോഗ് ഒന്നും കിട്ടാനില്ല. ആകെ ഇപ്പം പറഞ്ഞപ്പോ കിട്ടുന്നു അച്ഛൻ കൊച്ചച്ഛൻ, ആ സാധനമാണ് ഓർമ്മ വരുന്നത്. അല്ല, അത് വേണമെന്നില്ല, അത് പിടിച്ചിട്ട് പറയേണ്ടതിന് പകരമാണ് പെട്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ ചെയ്യാൻ പറയാത്തത് നന്നായി. അത് ക്ലീശയല്ലേ. ഇതിപ്പം ആ മീറ്റർ പിടിക്കാന്നുള്ളതാണ്, അതാണല്ലോ ഇതിന്റെ അടിസ്ഥാനം. സന്തോഷം. ഇനി പാട്ട് പാടി നമ്മൾ ഫിനിഷ് ചെയ്യും. ഈ കല്ലായി എന്ന് പറയുന്ന പാട്ട് എഴുതി തന്ന അതേ കൂട്ടുകാരൻ തന്നെയാണ്. ഇപ്പം ഈ യൂട്യൂബിനകത്ത് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് 17-ാം രാവത്ത് എന്നുള്ള പാട്ട്. ആ ഒരു പാട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേഷൻ. 17-ാം രാവത്ത് പതിവായി കാണുന്ന പനിനീരിൻ നിറമുള്ള മോളാണിൻ പെണ്ണ്, നിറയും നീലാവത്ത് ഞാൻ നിന്നിൽ ചേരുമ്പോൾ തളിർ ചുണ്ടിൽ ഞാനന്ന് ലല്ലല്ലാല. 17-ാം രാവത്ത് പതിവായി കാണുന്ന പനിനീരിൻ നിറമുള്ള മോളാണിൻ പെണ്ണ്. ഈ മോളാണ് എന്നുള്ളത് അവിടുത്തെ ഒരു സ്ഥിരം പ്രയോഗമാണ്. കൂടുതൽ പെൺകുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും
മോളെ എന്ന് കേൾക്കുമ്പോൾ ഓളെ എന്ന് മോള് ആ മോളെ എന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരിതാണ്. ഓളെ എന്ന് പറയുമ്പോൾ നോർമലാണ്. നോർമലായിട്ട് ഓളെ, മറ്റുള്ളവർ അത് സ്നേഹത്താലുള്ള ഒരു വിളിയിലല്ലല്ലോ. ഓ നമ്മൾ പറയില്ലേ പ്രിയപ്പെട്ടവളെ, ഉം. അതിനേക്കാൾ മുകളിലാണ് ഈ മോളെ എന്നുള്ളത്. മോളെ എന്നുള്ള ആ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ആ. ഏതൊരു ഭർത്താവിൻ്റെ അടുത്തുനിന്നും ഒരു ഭാര്യ മോളെ എന്ന വിളി കേൾക്കാൻ ആഗ്രഹിക്കും. എൻ്റെ വൈഫ് 14 കൊല്ലമായിട്ട് ആഗ്രഹിക്കും, ഞാൻ അതിനെ വിളിച്ചില്ല. ആ നാട്ടുകാരെയൊക്കെ മുഴുവനും പാട്ടുകാരി സൂചിപ്പിച്ചിട്ട് ഭാര്യയെ നിങ്ങള് ഇങ്ങനെയാണല്ലേ കാണുന്നത്. നിങ്ങൾക്കൊപ്പമാണ് ഞാൻ കാണുന്നുണ്ടല്ലേ. വൈഫ് കുറച്ച് റൊമാൻറ്റിക് ആവാൻ ആഗ്രഹം എടോന്നൊക്കെ വിളിക്കും. ആ അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കും എടോന്നോ നമുക്ക് അല്ല ഇതാണ് മനസ്സിലിരിപ്പല്ലേ. അല്ല അങ്ങനെ ഞാൻ സത്യമായിട്ട് പറഞ്ഞത് വെച്ചാല് ഷമീറെ എതിർക്കടാ, എതിർക്ക് ഈ മനുഷ്യനെ എതിർക്ക്. പക്ഷെ അതിനേക്കാളൊക്കെ വലിയ സ്നേഹം ഹൃദയത്തിൽ. എത്ര പേരെ മോളെ എന്ന് വിളിക്കുന്ന ആളാണെന്നറിയാം ഷമീർ ഭായി. ആ യാ മോനെ എന്നിട്ട് നാട്ടാരെ മൊത്തം വിളിച്ചിക്കണ്, ഷമീർ കുത്തി നിറച്ചിക്കണ്, എല്ലാരെയും മോളെ വിളിച്ചിക്കണ്, വൈഫിനെ വിളിക്കാൻ മറന്നിക്കണ്. ജലാലിനെ പോലെ. താങ്ക് യു. സന്തോഷമായി.